അടിമാലിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. അടിമാലി അമ്പലപ്പടിയിൽ കഴിഞ്ഞ രാത്രി കിണർ ഇടിഞ്ഞതാണു. അമ്പലപ്പടി മണലേൽ ഷാജിയുടെ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. ഞായറാഴ്ച പെയ്ത കനത്ത മഴയെ തുടർന്ന് അടിമാലിയിൽ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. അടിമാലിയിലും സമീപ പ്രദേശങ്ങളിലും പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെ അടിമാലി അമ്പലപ്പടി മണലേൽ ഷാജിയുടെ വീട്ടുമുറ്റത്തുള്ള കിണർ ഇടിഞ്ഞു താണു. 13 കോൽ താഴ്ചയുള്ള കിണർ താഴേക്ക് പതിച്ച് വലിയ ഗർത്തം രൂപപ്പെട്ട നിലയിലാണ്. കിണറിനൊപ്പമുണ്ടായിരുന്ന മോട്ടോറടക്കം താഴേക്ക് പതിച്ചു. ഏകദേശം 75 വർഷം പഴക്കമുള്ള കിണറാണ് ഈ രീതിയിൽ താഴേക്ക് ഇടിഞ്ഞതാണതെന്നും പറഞ്ഞു. അവിടെ വലിയൊരു ഗർത്തമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മോട്ടർ മറ്റ് സംവിധാനം എല്ലാം താഴേക്ക് പോയി. ഏകദേശം ഒരു 75 വർഷത്തോളം പഴക്കമുണ്ട് ഈ വീടിന്. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു കിണറാണ്. ഈ അടുത്ത കാലത്തൊന്നും, ഈ വർഷകാലത്തൊന്നും ഈ പരിസരങ്ങളിലൊന്നും ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് ഇതുപോലൊരു സാഹചര്യം. ഇന്നലെ മഴയുണ്ടായിരുന്നു. മഴ മാറിയുന്ന സമയത്താണ് സംഭവിച്ചതെന്നാണ് വീട്ടിൽ വന്നത്. ഞങ്ങൾക്ക് ഇവിടെ അയൽക്കാരൻ ഞങ്ങളൊക്കെ വിളിച്ച് ഞങ്ങൾ രാത്രി തന്നെ വില്ലേജ് ഓഫീസറും ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു വർഷകാലത്തും ഇതുപോലുള്ള ഭൂപ്രശ്നങ്ങൾ കണ്ടിട്ടില്ലെന്നും ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായതെന്നും മഴയില്ലാത്ത സമയത്താണ് കിണർ ഇടിഞ്ഞു താഴ്ന്നതെന്നും പറഞ്ഞു. രാത്രി തന്നെ വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചതായും സ്ഥിതിഗതികൾ വിലയിരുത്തിയതായും പറഞ്ഞു. അതിശക്തമായ മഴയിൽ ഞായറാഴ്ച വൈകിട്ട് അടിമാലിയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. അടിമാലി ഹിൽഫോർട്ട് ജംഗ്ഷന് സമീപമുള്ള ഇരുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ 4ഓളം വ്യാപാര സ്ഥാപനങ്ങളിലാണ് വെള്ളം കയറിയത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി വ്യാപാരികൾ പറഞ്ഞു. ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യും? ഇതിൻ്റെ ഒരു പരിഹാരം കാണാതെ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. വളരെ ദയനീയമായാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ. വർഷങ്ങളായി ഈ രീതിയിൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നതായും വ്യാപാരികൾ പറഞ്ഞു. സമീപത്തെ ഓടകൾ, തോടുകൾ എന്നിവിടങ്ങളിൽ മാലിന്യം തള്ളുകയും അത് കാലവർഷത്തിൽ വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതുമാണ് ഇത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറാൻ കാരണമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടികളുണ്ടാകണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റിൽ വ്യാപക കൃഷിനാശവും സംഭവിച്ചു. ചൂരക്കട്ടാങ്കുടിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ വൻ കൃഷിനാശമുണ്ടായി. ഇട്ടിക്കൽ അജേഷ് ഗോപിയുടെ കൃഷി വ്യാപകമായി നശിച്ചു. പുരിയിടത്തെ ജാതി, കപ്പ, ഏലം തുടങ്ങിയവ കാറ്റിൽ നശിച്ചും വെള്ളം കയറിയും നാശനഷ്ടമുണ്ടായി. ഇതോടൊപ്പം ശക്തമായ കാറ്റിൽ പുരിയിടത്തുണ്ടായിരുന്ന തൊഴുത്തും നശിച്ചു. തൊഴുത്തുമേഞ്ഞിരുന്ന ഷീറ്റുകളെല്ലാം താഴെ വീണ് നാശനഷ്ടമുണ്ടായി. ജില്ലയിലെ വിവിധയിടങ്ങളിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.